കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഭഗവാൻ കുമാരദേവൻ വേലായുധസ്വാമി അവതരിച്ചതിൻ്റെ ലക്ഷ്യം ദേവന്മാരെ അസുരന്മാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ അവതരിക്കുന്നതിനു മുമ്പ് ആരായിരുന്നു എന്നുള്ള കഥയൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്കന്ദപുരാണത്തിലെ കഥകൾ വളരെ വിശദമായി പറഞ്ഞു പോരുകയാണ്. ശൂരപത്മാസുരനും കൂട്ടുകാരും ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷം ദേവന്മാർക്ക് സ്വസ്ഥാനങ്ങളിൽ വസിക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥ വന്നു. ആ അവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവശക്തനായ ഭഗവാൻ വേലായുധസ്വാമി സ്കന്ദദേവൻ അവതരിച്ചത്. കഴിഞ്ഞ ദിവസം വേലായുധസ്വാമിയുടെ ശൂരപത്മാസുരനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ദിവസം ഭഗവാൻ നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. സിംഹമുഖാസുരൻ്റെയും താരകാസുരൻ്റെയും പുത്രന്മാർ അവർ രണ്ടുപേരും ഭഗവാന്റെ ഭൂതങ്ങളുമായി ഏറ്റുമുട്ടുകയും അവരാൽ വധിക്കപ്പെടുകയും ചെയ്തു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇന്ന് ഷഷ്ഠിവ്രതം ഒന്നാം ദിവസം. അന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ട് പുത്രന്മാരുടെയും, അതായത് രണ്ട് സഹോദരപുത്രന്മാരുടെയും മരണം ശൂരപത്മാസുരൻ അറിയുന്നു. ശൂരപത്മാസുരൻ ക്രോധത്താൽ കത്തിജ്വലിച്ചു. ഇനി താൻ തന്നെ യുദ്ധക്കളത്തിൽ നേരിട്ടിറങ്ങണമെന്ന് അസുര ചക്രവർത്തി തീരുമാനിക്കുന്നു. തൻ്റെ രഥത്തിലേക്ക് പാഞ്ഞു കയറുകയാണ് ശൂരപത്മാസുരൻ. എന്നിട്ട് ചാപം കുലച്ച് ഞാണൊലി ഉളവാക്കി. ആ ഞാണൊലി ശ്രവിച്ച് ഭൂതഗണങ്ങൾ പോലും ഭയപ്പെട്ടു. അവർ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് പല ദിക്കിലേക്കും പാഞ്ഞോടി. അസുര ചക്രവർത്തിയായ ശൂരപത്മാസുരനാൽ സൃഷ്ടിക്കപ്പെട്ട ആ ഞാണൊലി ശ്രവിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിന് പോലും കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശിരസ് മരവിച്ചു പോയി എന്നാണ് പറയുന്നത്. കാരണം അതിഭയങ്കരമായ ഒരു ശബ്ദമായിരുന്നു ആ അസുര രാജാവ് ഇവിടെ കേൾപ്പിച്ചത്. അതായത് അസുരൻ്റെ ശക്തി ഒട്ടും ചെറുതല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും യമധർമ്മനും എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് അറിയാതെ പരിഭ്രമിച്ചു. ഭൂതഗണസേനാ നായകന്മാരായ 108 പേരും തങ്ങളുടെ മനസ്സ് ദൃഢപ്പെടുത്തി വൻമലകളും വൃക്ഷങ്ങളും പിഴുതെടുത്ത് ശൂരപത്മാസുരനു നേരെ പ്രയോഗിച്ചു. 10 ലക്ഷം കോടി ബാണങ്ങൾ ഒരുമിച്ചു പ്രയോഗിച്ച ശൂരപത്മാസുരൻ തനിക്കു നേരെ പ്രയോഗിക്കപ്പെട്ട മലകളെയും വൃക്ഷങ്ങളെയും തകർത്തെറിഞ്ഞു നിസ്സാരമായി. ശൂരപത്മാസുരൻ്റെ കടുത്ത ആക്രമണത്തിൽപ്പെട്ട് 108 ഭൂതഗണനായകന്മാരും ഒരേ സമയം ബോധം കെട്ടുപോയി. 1,00,000 വീരന്മാരുടെ കണ്ണുകളുടെ കാഴ്ച മായാശക്തി ഉപയോഗിച്ച് ശൂരപത്മാസുരൻ നശിപ്പിച്ചു കളഞ്ഞു. വീരമാർത്താണ്ഡൻ, വീരേന്ദ്രൻ, വീരമഹേന്ദ്രൻ, വീരധീരൻ, വീരമഹേശ്വരൻ, വീരകേസരി, വീരപുരന്ദർ, വീരാന്തകൻ മുതലായ നവശിവ വീരന്മാരിൽ 8 പേരെയും
യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ശൂരപത്മാസുരൻ യുദ്ധക്കള മധ്യത്തിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ രഥാരൂഢനായ വീരബാഹു തൻ്റെ രഥം തെളിച്ച് അസുര രാജാവായ ശൂരപത്മാസുരൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങൾ ആ കാഴ്ച ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു കൊള്ളുക. മുമ്പ് അസുര നഗരം നശിപ്പിച്ചവനാണ് വീരബാഹു. നമുക്കറിയാം, ദൂതിനായി മുരുകൻ ആദ്യം അയച്ചത്, അസുര നഗരത്തിലേക്ക് അയച്ചത് വീരബാഹുവിനെയാണ്. ശൂരപത്മാസുരൻ കഠിനമായ കോപത്തോടു കൂടി വീരബാഹുവിനെതിരെ യുദ്ധം ആരംഭിച്ചു. ശൂരപത്മാസുരനും വീരബാഹുവും തമ്മിൽ ഘോരമായ യുദ്ധമാണ് പിന്നീട് നടന്നത്. വീരബാഹു തൊടുത്തുവിട്ട ബാണങ്ങൾ ശൂരപത്മാസുരൻ്റെ ശരീരത്തിൽ പതിച്ച് നിലം പതിച്ചു. വീരബാഹു ശൂരപത്മാസുരനു നേരെ വായവ്യാസ്ത്രം, ആഗ്നേയാസ്ത്രം, ദേവേന്ദ്രാസ്ത്രം, നിര്യതിയസ്ത്രം മുതലായ ദേവ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ശക്തിയേറിയ ആ ദേവാസ്ത്രങ്ങൾക്കൊന്നും പക്ഷേ അസുര ചക്രവർത്തിയായ ശൂരപത്മാസുരനെ മുറിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. വീരബാഹു ബ്രഹ്മാസ്ത്രവും നാരായണാസ്ത്രവും ശൂരപത്മാസുരനു നേർക്ക് ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. ആ ദിവ്യാസ്ത്രങ്ങളും അസുര ചക്രവർത്തിയുടെ തപോശക്തിക്ക്, ശ്രദ്ധിച്ചു കേൾക്കുക, തപസ്സിൻ്റെ ശക്തിക്ക് മുമ്പിൽ പരാജയപ്പെട്ടു. കർമ്മശേഷി നഷ്ടപ്പെട്ട് വിഷണ്ണനായി തൻ്റെ മുമ്പിൽ നിന്ന വീരബാഹുവിനെ നോക്കി ശൂരപത്മാസുരൻ പരിഹസിക്കുകയാണ്. ഭീരുക്കളായ ദേവന്മാരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ അസുര നഗരത്തിൽ വന്ന പരാക്രമങ്ങൾ കാട്ടിയ മൂഢ, ഇപ്പോൾ നിന്റെ വീരത്വം എവിടെ പോയി ഒളിച്ചു? നിനക്കറിയാമോ മൂഢ, മഹാദേവനാൽ നൽകപ്പെട്ട അനേകം വരസിദ്ധികളാൽ അനുഗ്രഹീതനായവനാണ് നാം. ഏതു ദേവാസ്ത്രങ്ങൾ നീ പ്രയോഗിച്ചാലും അവയൊന്നും എൻ്റെ വജ്രതുല്യമായ ശരീരത്തെ ഒന്ന് സ്പർശിക്കുക പോലും ഇല്ല. ഇങ്ങനെ ആ അസുര രാജാവ് പറയുകയും അഹങ്കാരത്തോടു കൂടി പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. വീരബാഹുവിൻ്റെ ആവനാഴിയിൽ അവശേഷിച്ചിരുന്നത് പരമേശ്വരനാൽ നൽകപ്പെട്ട പാശുപതാസ്ത്രം മാത്രമായിരുന്നു. വീരബാഹു ആ ദിവ്യാസ്ത്രം ശൂരപത്മാസുരനു നേരെ പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം പാശുപതാസ്ത്രം കയ്യിലെടുത്ത് ശിവമന്ത്രങ്ങൾ ജപിച്ച് ഫലസിദ്ധി വരുത്തി അസുരനു നേരെ പ്രയോഗിച്ചു. പ്രളയാഗ്നി സൃഷ്ടിച്ചുകൊണ്ട് പാഞ്ഞു ചെന്ന പാശുപതാസ്ത്രം ഘോരമായ അന്ധകാരത്തെയും കഠിനമായ വിഷത്തെയും വർഷിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ അതിവേഗം ചീറി പറന്നു. ഇടിമിന്നലുകൾ മുഴക്കിക്കൊണ്ട് തനിക്കു നേരെ പാഞ്ഞുവരുന്ന പാശുപതാസ്ത്രം കണ്ട ശൂരപത്മാസുരൻ തൻ്റെ ആവനാഴിയിലുള്ള പാശുപതാസ്ത്രം എടുത്തു പ്രാർത്ഥിച്ച് വീരബാഹു അയച്ച പാശുപതാസ്ത്രത്തിനു നേരെ പ്രയോഗിച്ചു. ശിവാസ്ത്രങ്ങൾ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്ത് പ്രപഞ്ചത്തെ വിറപ്പിച്ചു. അവ പ്രളയാഗ്നിയെ സൃഷ്ടിച്ചു. അവസാനം അവ പിന്തിരിയുകയും നിയോഗിച്ചവരുടെ ആവനാഴികളിൽ തിരിച്ചെത്തുകയും ചെയ്തു. വീരബാഹുവും ശൂരപത്മാസുരനും തമ്മിൽ ത്രിമുഖാസ്ത്രങ്ങൾ, ദണ്ഡായുധങ്ങൾ, ശൂലങ്ങൾ, കുലിശങ്ങൾ മുതലായവ പരസ്പരം പ്രയോഗിച്ച് യുദ്ധം ചെയ്തു. ശൂരപത്മാസുരൻ പ്രയോഗിച്ച ദണ്ഡായുധാസ്ത്രം വീരബാഹുവിനെ മുറിവേൽപ്പിച്ചു. വീരബാഹു അതോടുകൂടി ബോധരഹിതനായി രഥത്തിലേക്ക് വീണു.
ആ കാഴ്ച കണ്ടതും ദേവന്മാർ പരിഭ്രമിച്ചു. വീരബാഹുവിൻ്റെ ശക്തി ക്ഷയിപ്പിച്ച സന്തോഷത്തോടുകൂടി അസുര രാജാവ് അനേകം കോടി ബാണങ്ങൾ ഭൂതഗണങ്ങളുടെ നേരെ പ്രയോഗിച്ചു. ഭൂതസേനകളിൽ പലരും മരണപ്പെട്ടു. ചിലർ പ്രാണനും കൊണ്ട് ഓടി. താൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന സമയം ആഗതമായി എന്ന് മനസ്സിലാക്കുകയാണ് സ്കന്ദദേവൻ. എന്നിട്ട് സാരഥിയായ വായുദേവനോട് രഥം അതിവേഗം തെളിയിച്ച് ശൂരപത്മാസുരൻ്റെ സമീപത്തേക്ക് എത്തിക്കുവാൻ സാക്ഷാൽ മുരുകൻ കൽപ്പിക്കുന്നു. നവരത്ന നിർമ്മിതമായ മുരുകദേവരഥം മനോവേഗത്തിൽ തെളിച്ച് വായുദേവൻ യുദ്ധക്കളത്തിൽ അഹങ്കരിച്ചു നിന്നിരുന്ന ശൂരപത്മാസുരൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു. സ്കന്ദദേവനും ശൂരപത്മാസുരനും തമ്മിൽ ആദ്യമായി കാണുകയാണ്. അതിഘോരമായ യുദ്ധത്തിന് അവർ തയ്യാറെടുക്കുന്നു. പിന്നീട് അതിഘോരമായ യുദ്ധമാണ് നടന്നത്. അതിഘോരമായ ആ യുദ്ധക്കളത്തിൽ ശത്രുത സംഹാര താണ്ഡവം ആടി. എന്നിട്ടും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകം എന്നതുപോലെ കരുണാമയനായ സ്കന്ദദേവൻ പുഞ്ചിരി തൂകി ആ യുദ്ധക്കളത്തിൽ നിന്നു. മനോഹരങ്ങളായ കോമളവദനവും കരിംകൂവളപ്പൂക്കളെ വെല്ലുന്ന അഞ്ജനമിഴികളും കർണാഭരണങ്ങളായ നവരത്നകുണ്ഡലങ്ങളും തിരുമാറിൽ ചാർത്തിയ കാഞ്ചനഹാരങ്ങളും പിഞ്ചിളം കരങ്ങളിൽ വിളങ്ങുന്ന ആയുധങ്ങളും ചിലമ്പു ചാർത്തിയ പാദകമലങ്ങളും ശൂരപത്മാസുരൻ ദർശിച്ചു. തപോബലത്തോടൊപ്പം പൂർവജന്മത്തിൽ അവൻ്റെ ആത്മാവ് ചെയ്തിരുന്ന സുഹൃതവും സർവേശ്വര ദർശനത്തിന് ആ അസുരനെ സഹായിച്ചു. അപ്രകാരം ഇല്ലായിരുന്നുവെങ്കിൽ ദേവന്മാരാലും മഹർഷിവര്യന്മാരാലും പൂർണ്ണമായി ദർശിക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത സാക്ഷാൽ പരംപൊരുളിനെ കാണുവാനുള്ള ഭാഗ്യം ശൂരപത്മാസുരന് ലഭിക്കുമായിരുന്നില്ല. നിഷ്കളങ്കനും നിർവികാരനും നിർമ്മലനുമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്കന്ദദേവനെ നിമിഷങ്ങളോളം കണ്ണെടുക്കാതെ ശൂരപത്മാസുരൻ നോക്കി നിന്നു. ഭഗവാന്റെ മായാദർശനത്തിൻ്റെ അനുഭൂതി നിമിഷങ്ങളോളം മാത്രമേ അനുഭവിക്കുവാൻ ശൂരപത്മാസുരന് സാധിച്ചിട്ടുള്ളൂ. പെട്ടെന്നു തന്നെ അസുരരാജാവിൻ്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ലോകമായ പ്രവേശിച്ചു. ലോകമായയുടെ അത്ഭുത ശക്തി അസുരനെ അടിമപ്പെടുത്തി. ഉടൻ തന്നെ അവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടായി. മുരുകദേവനെ നോക്കി ശൂരപത്മാസുരൻ ഗർജിക്കുകയാണ്. ഹേ മൂഢബാലക, നിന്റെ ഭൂതപടകളെയെല്ലാം നാം നാമാവശേഷമാക്കി. മറ്റുള്ള വീരന്മാരെയും നീ ദൂതനായി നിയോഗിച്ച വീരബാഹുവിനെയും നാം നിർവീര്യനാക്കി. വീരധീരനായ നമ്മോട് യുദ്ധം ചെയ്യുവാനെത്തിയിരിക്കുന്ന കേവലം ശിശുവായ നിന്നോട് നമുക്ക് സഹതാപം തോന്നുന്നു. നിന്റെ പിതാവായ മഹാദേവനും മഹാവിഷ്ണുവും ബ്രഹ്മദേവനും നമ്മോട് യുദ്ധം ചെയ്യുകയില്ല. മഹർഷി ശാപത്താൽ ശക്തി നഷ്ടപ്പെട്ടിരുന്ന ക്രൗഞ്ചാസുരനെയും കർമ്മം മറന്നുപോയ നമ്മുടെ സഹോദരൻ താരകനെയും നിഗ്രഹിച്ചതായി അവകാശപ്പെടുന്ന നീ അവരെ പോലെ തന്നെ നമ്മെയും കരുതുന്നു എങ്കിൽ നിനക്കു തെറ്റി. അസാധാരണമായ നമ്മുടെ ശക്തി വൈഭവങ്ങളെപ്പറ്റിയും വരസിദ്ധി മഹിമകളെപ്പറ്റിയും നിനക്ക് അറിഞ്ഞുകൂടാ എന്ന് തോന്നുന്നു. നമ്മുടെ ഉപദേശം നീ സ്വീകരിക്കുക, നീ പിന്തിരിയുക, അല്ലെങ്കിൽ
നിനക്കു മരണം സുനിശ്ചിതം. ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി ശൂരപത്മാസുരൻ സ്കന്ദദേവനോട് പറയുന്നു. ഇങ്ങനെ അഹങ്കാരത്തോടു കൂടിയുള്ള ശൂരപത്മാസുരൻ്റെ ആ ധിക്കാര വചനങ്ങൾ ശ്രവിച്ചിട്ട് സ്കന്ദദേവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. ശൂരപത്മാസുര, നിന്റെ കായിക ശേഷിയും സൈന്യശക്തികളും സമ്പൽ സമൃദ്ധികളും നീ ധരിച്ചിരിക്കുന്നത് പോലെ ശാശ്വതങ്ങളല്ല. പരമേശ്വരൻ്റെ തൃക്കണ്ണുകളിൽ നിന്നുത്ഭവിക്കുന്ന ഒരു തീപ്പൊരിയിൽ നശിക്കുന്നവയാണ് അവയെല്ലാം. സർവലോകങ്ങളും ആ തീജ്വാലയിൽ നശിക്കപ്പെടും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. 108 യുഗങ്ങളായി സർവ അധികാരങ്ങളോടുകൂടി ഭരണം നടത്തുന്നതായി നീ അഹങ്കരിക്കുന്നുവല്ലോ. ഒരു നിമിഷ നേരത്തിനുള്ളിൽ നിന്റെ സർവശക്തികളും നാം നശിപ്പിക്കുന്നതാണ്. ഇങ്ങനെ മുരുകദേവൻ പറയുന്നു. മുരുകദേവൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ ശ്രവിച്ച ശൂരപത്മാസുരൻ്റെ കോപം 10 മടങ്ങായി വർദ്ധിച്ചു. അതോടുകൂടി അവൻ വില്ലുകുലച്ച് അസ്ത്രം തൊടുത്ത് യുദ്ധത്തിന് തയ്യാറാകുന്നു. വീണ്ടും മുരുകദേവനും ചാപം കുലച്ച് യുദ്ധസന്നദ്ധനായി. സ്കന്ദദേവനും ശൂരപത്മാസുരനും തമ്മിൽ അങ്ങനെ യുദ്ധം ആരംഭിക്കുന്നു. ധർമ്മം അധർമ്മവുമായി ഏറ്റുമുട്ടുന്നു. ശൂരപത്മാസുരൻ മുരുകദേവനു നേരെ 1 കോടി ബാണങ്ങൾ പ്രയോഗിച്ചു. ആ അസുര ബാണവർഷം കൊണ്ട് ഭൂതലമാകെ മറഞ്ഞു. മുരുകദേവൻ തൊടുത്തുവിട്ട 1 കോടി അസ്ത്രങ്ങൾ അസുരൻ്റെ അസ്ത്രങ്ങളെ നാമാവിശേഷമാക്കി. അങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധമാണ് പിന്നീട് നടക്കുന്നത്. ഹരേ കൃഷ്ണ. യുദ്ധവിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. പരമാവധി സമയം നാമം ജപിച്ചിരിക്കാനായി ശ്രദ്ധിക്കുക. ഓം ശരവണഭവായ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുക. മഞ്ഞ നിറത്തിലുള്ള ഉടയാടകൾ ഭഗവാന് സമർപ്പിക്കുക. എത്ര ദിവസം അഭിഷേകം ചെയ്യാൻ സാധിക്കുമോ അത്രയും ദിവസങ്ങൾ ഭഗവാന് അഭിഷേകം ചെയ്യുക. പ്രത്യേകിച്ച് മഹാസ്കന്ദഷഷ്ഠി ദിവസം. ഇന്നു മുതൽ വ്രതമെടുക്കുവാൻ സാധിക്കുന്ന എല്ലാവരും വ്രതമെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ 3 ദിവസമെങ്കിലും എടുക്കുക. അല്ലെങ്കിൽ 1 ദിവസത്തെ വ്രതമെങ്കിലും എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നതാണ് മഹാസ്കന്ദഷഷ്ഠി. അതുകൊണ്ട് കഴിയുന്ന ആളുകളെല്ലാവരും തന്നെ അതിൻ്റേതായ വ്രതനിഷ്ഠയോടുകൂടി ഇരിക്കാനായി ശ്രദ്ധിക്കുക. കർമ്മദോഷങ്ങൾ, മുൻജന്മദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ എല്ലാത്തിനും ഒരു പരിഹാരമാണ് സ്കന്ദഷഷ്ഠി വ്രതം. അതുകൊണ്ട് എല്ലാവരും ഇനി വ്രതമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും എന്നും ഭഗവാന്റെ പ്രാർത്ഥനകൾ ജപിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ ധാരാളം പ്രാർത്ഥനകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ നിത്യവും ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.